നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ലേഡീസ് പാൻറ് തയ്ച്ചെടുക്കാം, അത് പോക്കറ്റോട് കൂടിയിട്ട് എങ്ങനെ ഒരു ലേഡീസ് പാൻറ് തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മൾ എന്ത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും, അത് പാൻറ് ആയിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, കുർത്ത ആയിക്കോട്ടെ, എന്ത് ഡ്രസ്സ് കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തയ്ക്കുകയാണെങ്കിലും ആദ്യം അതൊന്ന് നന്നായി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. സോപ്പിട്ട് വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് അത് നന്നായി ഉണക്കിയെടുത്ത് അയൺ ചെയ്തതിന് ശേഷം മാത്രം കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ കോട്ടൺ മെറ്റീരിയൽ നമുക്ക് അറിയാമല്ലേ, 1-2 നനമൊക്കെ നനഞ്ഞിട്ട് ഇതങ്ങ് ചുരുങ്ങി പോകും. അപ്പം നമ്മൾക്കത് ടൈറ്റ് ആയിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, ആദ്യം നനച്ച് ഉണക്കി അയൺ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ നമ്മൾ ലേഡീസ് പാൻറ്റൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-2.5 മീറ്റർ തുണികളൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത് വെറും ഒരു 1.5 മീറ്റർ തുണിയുള്ളൂ. ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കഷ്ണം തുണി പോലും വേസ്റ്റ് ആക്കാതെ എങ്ങനെ നമുക്കൊരു ലേഡീസ് പാൻറ് തയ്ച്ചെടുക്കാം. അതായത് ഇപ്പോഴത്തെ മോഡൽ തന്നെ ഒരു പാൻറ് തയ്ച്ചെടുക്കാം, അതും പോക്കറ്റോട് കൂട്ടി ഒരു പാൻറ് തയ്ച്ചെടുക്കാം കേട്ടോ. നമുക്ക് ലേഡീസിന് അറിയാം, ഒരു പാൻറ്റിനൊക്കെ പോക്കറ്റ് ഉണ്ടാകുന്നത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു പാൻറ് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഈ ലൈൻസ് ഇങ്ങനെ നീളത്തിലായിട്ട് തയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഒരു രസം തോന്നില്ല. പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ലൈന് വരുമ്പോഴാണ് എനിക്കൊരു ഭംഗി തോന്നുന്നത് കേട്ടോ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി ഭാഗം ഇങ്ങനെ പിടിക്കാം. വീതി ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട്, ഇത് വീതി ഭാഗമാണ്, ഇത് ഇതിൻ്റെ നീളം ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 4 മടക്ക് മടക്കുക, 4ആയിട്ട് മടക്കുക. ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ മടക്ക് മടക്കി, 4 മടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ 4 പീസാക്കിയിട്ട് കേട്ടോ. ഒരു പീസ് ഇത്, 2 പീസ് ഇത്, ഇതിവിടെ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ 4 പീസായല്ലോ. അപ്പോൾ 2 മടക്ക് മടക്കുക, അങ്ങനെ വീതി 2 മടക്ക് മടക്കുക. ഓക്കെ, കറക്റ്റായിട്ട് മടക്കുക. ഇനി നമ്മൾ ഈ ഒരു ഇതുപോലെ മടക്കി കഴിഞ്ഞല്ലോ. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് എത്ര നീളം ഉണ്ടോ, നമ്മുടെ കാലിൻ്റെ നീളം എടുക്കുക. അരക്കെട്ട് മുതൽ കാലിൻ്റെ പാദം വരെയുള്ള നീളം എടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് നീളം വേണ്ടെങ്കിൽ അത്ര നീളം എടുക്കുക. ഞാൻ നീളം എടുക്കുന്ന എൻ്റെ അളവുകളൊന്നും ഞാൻ മെഷർ ചെയ്യുന്നില്ല, അങ്ങനെ പറയണില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലായിരിക്കില്ലേ അളവുകൾ ഉണ്ടായിരിക്കുക. ഇത് ഇങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം, അത്രമാത്രം. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ മെറ്റീരിയൽ ടേബിളിൽ ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് മടക്കി എടുക്കുക കേട്ടോ, നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എങ്ങനെയാണോ, അപ്പോൾ ഞാനിങ്ങനെ ലൈൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന പോലെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഒരളവുണ്ടായിരുന്നു, ആ അളവിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു മടക്ക് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ബാക്കി എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ അളവ് എങ്ങനെയാണോ ആ അളവ് അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് ഇട്ടിട്ട് അങ്ങനെ തയ്ക്കണം വേണ്ടത്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കിൽ തുമ്പില്ല അല്ലേ. അപ്പോൾ നമ്മളെന്ന് പറയണത്, നമുക്ക് മേലെ കുറച്ച് തുമ്പ്, മേലെ ഒരുപാട് തുണികൾ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടല്ലോ. നമ്മൾ കഴിയുന്നത് നമ്മൾ എന്ത് തയ്ക്കുകയാണെന്ന് വെച്ചെങ്കിലും നമ്മുടെ തുണി മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടോ. അപ്പം നമ്മളെല്ലാവരും നമ്മളോട് പറയും പാൻറ്റൊക്കെ തയ്ക്കാൻ വേണ്ടി 2.5 മീറ്ററൊക്കെ വേണം എന്നാണ്. പക്ഷേ ഇത്തരത്തിലൊരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടി 2.5 മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് 1.5 മീറ്റർ തുണി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഞാനിതുപോലെ എന്താ പറയുക, തുണി മേടിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് നോക്കുമ്പോൾ അവരൊരു വലിയ പീസ് തുണി അതുപോലെ വെട്ടി കളഞ്ഞിരിക്കണം. അത് കണ്ടൊക്കെ എനിക്ക് വളരെ സങ്കടമായി കേട്ടോ. സന്തോഷമല്ല, ഭയങ്കര സങ്കടമായി. അപ്പം ഞാനിന്ന് നമ്മുടെ തുണി ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മേലത്തെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിനി നമ്മുടെ ഈ ഒരു അളവ് കണ്ടോ, ആ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ടാണല്ലേ നമ്മുടെ അളവ് കിടക്കുന്നത്. കാണിച്ചു തരാം, നമ്മുടെ കറക്റ്റായിട്ടാണ് ആ അളവ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു തുമ്പ് വരാനുള്ള വിധത്തിൽ നമ്മൾ മേലെ നിന്ന് കട്ട് ചെയ്ത ആ തുണി ഉണ്ടല്ലോ, അതവിടെ വെച്ച് തയ്ക്കുക വേണ്ടത് കേട്ടോ. എനിക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്ച്ചെടുത്ത് നോക്കുമ്പോൾ ആകെ കുറച്ച് തുണി മാത്രമേ വേസ്റ്റ് ആയതുള്ളൂ കേട്ടോ. ഞാനതിന് ത്രെഡാണ് ഇട്ടത്, അലാസ്റ്റിക് അല്ല. എന്നിട്ട് കുറച്ച് തുണി, കുറച്ചൊരു കയ്യിലേക്കുള്ള തുണി മാത്രമേ വേസ്റ്റ് ആയുള്ളൂ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് അവിടെ അതുപോലെ വെച്ചിട്ട് തയ്ച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ, തയ്ച്ചെടുക്കാം.
അപ്പം നമ്മൾ പാൻറ്റിൻ്റെ മേലെ വന്നിട്ടുള്ള തുണി നമുക്ക് ആവശ്യം ഇല്ലാത്ത ആ തുണി ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട ഭാഗത്ത് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 4 ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പാൻറ്റ്. ഇത്തരം ഒരു ചുടി പാൻറ്റ് തയ്ക്കുമ്പോൾ, ചുടിയല്ല സിഗരറ്റ് കട്ട് പാൻറ്റ് തയ്ക്കുമ്പോൾ ഇതുപോലെ 4 പീസായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആ 4 പീസിൻ്റെ മേലെ ഇതുപോലെ തുണി തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ തയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ ഡിസൈൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അത് ഡിസൈൻ നോക്കിയിട്ട് അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇനി നമ്മളിതാ അതിൻ്റെ അളവ് എങ്ങനെയാണോ നമ്മുടെ അളവ് തന്നിട്ടുള്ളത് അതിനേക്കാൾ കുറച്ച് ലൂസായിട്ട് ഇട്ട് കൊടുക്കുക. തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ വെട്ടിയെടുക്കാൻ പറ്റും. കണ്ടോ? ഇനിയിപ്പോൾ ഇത് വെട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് തുണി, ഇപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാ തുണിയും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു തുണി പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാലൻസ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണി ഉണ്ടല്ലോ, അതാണ് നമ്മൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി എടുത്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാൻറ്റിന് നമ്മുടെ അളവ് പാൻറ്റിന് അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്, അരയിൽ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് എൻ്റെ കയ്യിൽ അലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ത്രെഡാണ് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്ക്കുമ്പോൾ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് വരുന്നില്ല. നമ്മൾ തയ്ക്കാൻ എങ്ങനെയെങ്കിലും പഠിക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം നമ്മളൊരു ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തുണികൾ നമുക്ക് വേസ്റ്റായിട്ട് പോകും. നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് തുണി വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് അധികവും എന്താ പറയുക, നമുക്കത് മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 4 പീസും എങ്ങനെയാണോ നമ്മളൊരു പാൻറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അറിയാലോ, അതുപോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. നിങ്ങൾ അളവ് പാൻറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ താഴെ ഭാഗം കുറച്ച് വീതിയിലാണല്ലേ മടക്കി അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു മോഡൽ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മുടെ താഴെ അടിവശത്ത് ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട്, നമ്മുടെ ഓപ്പൺ ചുരിദാർ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തുള്ള പാൻറ്റാണല്ലേ. നല്ല രസമാണ് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാനൊരു 2.5 സെൻറ്റിമീറ്ററാണ് ഞാൻ മടക്കി തയ്ക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ അളവെടുക്കുക. അങ്ങനെ അളവ് എടുത്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാതെ വരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത്രയും എക്സ്പേർട്ട് ആയവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈന് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പം നമുക്ക് അതിലുള്ളത് പോലെ തന്നെ നമുക്ക് നല്ല വീതിയിൽ നമുക്ക് അടിവശം കിട്ടും. അപ്പോൾ നമ്മൾ പാൻറ്റ് കൂട്ടി അടിക്കുന്നതിൻ്റെ ആദ്യം നമ്മൾ അടിവശം തയ്ച്ചു കൊടുക്കുക കേട്ടോ, എന്നിട്ട് സൈഡ് തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾക്ക് നേരത്തെ ബാലൻസ് കിട്ടിയ ഒരു കട്ടിങ് ഉണ്ടായിരുന്നില്ലേ, ബാലൻസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ് കൊണ്ടാണ് ഞാൻ നമ്മുടെ പാൻറ്റിന് പോക്കറ്റ് തയ്ക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ മാത്രം പോക്കറ്റ് തയ്ക്കുന്നുള്ളൂ കേട്ടോ, 2 സൈഡിൽ തയ്ക്കുന്നില്ല. അപ്പോൾ നേരത്തെ കിട്ടിയ ബാലൻസ് ആ ഒരു പീസ് കൊണ്ടാണ് ഞാൻ പോക്കറ്റ് തയ്ക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റിയില്ല, അതുകൂടെ നമ്മൾ യൂസ് ചെയ്തു. അപ്പം ഞാൻ പാൻറ്റിന് നമ്മൾ ഈ പോക്കറ്റ് തയ്ക്കുമ്പോൾ നമ്മൾ മേൽവശം ഉണ്ടല്ലോ, നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ അരഭാഗം തയ്ക്കില്ലേ, അരഭാഗത്ത് നിന്ന് നമ്മൾ എത്രയാണോ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അവിടെ നിന്ന് കുറച്ച് താഴത്തായിട്ട് തയ്ക്കുക. കുറച്ച് താഴത്തായിട്ട് തയ്ച്ചിട്ട്, കാരണം നമ്മൾ ഈ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ കഴുത്ത് തയ്ക്കില്ലേ, നമ്മളിങ്ങനെ മറിച്ച് ഇട്ടിട്ടല്ലേ നമ്മൾ കഴുത്തൊക്കെ തയ്ച്ചെടുക്കുക വേറൊരു കട്ട് പീസ് വെച്ചിട്ട്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു പണിയും ഇല്ല, വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ പോക്കറ്റ് വേണ്ടത് ആ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കട്ട് പീസ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുത്തിന് കട്ട് പീസ് കൊടുത്തിട്ട് മറിച്ച് തയ്ക്കില്ലേ, അതുപോലെ ഇതുപോലെ 2 പീസിനും, അതായത് ഏത് സൈഡിലാണോ നമ്മൾ പോക്കറ്റ് കൊടുക്കുക, ഇടത് സൈഡാണോ വലത് സൈഡാണോ, ഏത് സൈഡിലാണോ നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നത്, ആ ഒരു സൈഡിലുള്ള മെറ്റീരിയലിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ പോക്കറ്റ് വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള തുണി ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾക്കിത് ഉള്ളിലോട്ട് മറിച്ചിട്ട് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തുകൊണ്ട് അടിച്ചു കൊടുന്നാൽ മതി. പോക്കറ്റിൻ്റെ ഷേപ്പിൽ അങ്ങ് തയ്ച്ചു കൊടുന്നാൽ മതി. വേറെ ഒരു പണിയും ഇല്ല കേട്ടോ, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
ഇതുപോലെ തയ്ച്ചെടുക്കുക. നമ്മൾ നമ്മുടെ അലാസ്റ്റിക് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അരവണ്ണം, അവിടം മുതൽ ഇതുപോലെ പോക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഫുള്ള് അതേപോലെ താഴ്ത്തിക്കൊണ്ട് കൊണ്ടുവരുത് കേട്ടോ. കുറച്ച് നമ്മളൊരു കൈ ഇടാം, എന്നല്ലെങ്കിൽ നമ്മളൊരു ഫോൺ കൊള്ളാൻ വേണ്ടിയുള്ള അത്രയും ഒരു സ്പേസ് കൊടുത്തിട്ട് വീണ്ടും അത് താഴെ വരെ അങ്ങ് തയ്ച്ചെടുക്കുക കേട്ടോ. ഇത്ര പരിപാടിയുള്ളൂ നമ്മൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ ഷേപ്പിൽ ഇങ്ങനത്തെ മോഡൽ പാൻറ്റിന് താഴെ നമ്മുടെ ഈ ചുരിദാറിനൊക്കെ ഓപ്പൺ കൊടുക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അല്ലേ, അത് തയ്ക്കാൻ വേണ്ടി വളരെ നിസ്സാരമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ട് അവിടെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് തയ്ക്കുക കേട്ടോ. ആദ്യം അവിടെ താഴത്ത് ഇങ്ങനെ തയ്ച്ചിട്ട് കൊണ്ട് നമ്മൾ ചുരിദാറിന് ഓപ്പൺ തയ്ക്കുന്നത് പോലെ തന്നെ മടക്കി തയ്ച്ചു കൊടുക്കുക. പെർഫെക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ 2 കാലും നമ്മൾ തയ്ച്ചെടുത്തു. ഇനി വേണ്ടത് എന്താ വെച്ചെങ്കിൽ നമുക്കിതിൻ്റെ സൈഡ് ഒന്നുകൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. പാൻറ്റിൻ്റെ ഷേപ്പില്ലേ ആ ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡാണോ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അലാസ്റ്റിക് ആണോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അളന്നിട്ട് തയ്ക്കുക കേട്ടോ. അത്ര പണിയുള്ളൂ. നമ്മൾ അലാസ്റ്റിക് കൊടുക്കുകയാണെങ്കിലും ത്രെഡ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് മേലെ ഒരു ചെറിയൊന്ന് മടക്കിയിട്ട് തയ്ക്കണമല്ലോ, അതുപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ പണി ഇവിടെ കഴിയാണ് കേട്ടോ. ഫൈനലി നമ്മുടെ പാൻറ്റിൻ്റെ ലുക്കാണ് കേട്ടോ ഇത്. താഴെ ചെറിയൊരു ഓപ്പണൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു മോഡൽ പാൻറ്റ് ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പാൻറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത്. നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് പാൻറ്റിൻ്റെ പോക്കറ്റ്. ഇതുപോലെ തയ്ച്ചു കൊടുക്കുക, നല്ല എളുപ്പമാണ് തയ്ക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.